എൻ്റെ അവസ്ഥ മനസ്സിലാക്കാതെ കുറേ പേര് എന്നെ വെച്ച് കളിച്ചിട്ട് അത് ഞാനും വിശ്വസിച്ചിട്ടുണ്ട് കേട്ടോ. എടുക്കാറിഞ്ഞ് ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇതാരാന്ന് മനസ്സിലായ ഗൈസ്? ഇതാണ്. ഞാൻ കുറേ വ്ലോഗിൽ ഞാൻ ഇവളുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ആളെ കിട്ടാൻ കുറച്ച് ടാസ്ക് ആയിട്ട് നിൽക്കുകയായിരുന്നു. ഹോസ്പിറ്റലിൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് അവൾ കുറച്ച് ബിസി ആയിരുന്നു. അപ്പം ഇപ്പം കണ്ടു കിട്ടി. ദേ എൻ്റെ യൂട്യൂബിൽ ഫസ്റ്റ് വീഡിയോ ഞാൻ ഇവളുമായിട്ട് ചെയ്യാൻ പോവാണ് ഗൈസ്. അപ്പം ഞാൻ ഇവള് തന്നെ ഇവളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. എന്താണ് എന്നെ കുറിച്ച് അറിയേണ്ടത്? പറഞ്ഞോ. എൻ്റെ പേര് പറ പറ പേര് പറ. അസ്ല. അസ്ല. വീട് എവിടെ അസ്ല? വീട് മൂവാറ്റുപുഴ. മൂവാറ്റുപുഴയിലാണ് വീട്. അസ്ലക്ക് അൻസനെ എത്ര നാളായിട്ട് അറിയാം? അത് വേണോ? അതായത് ഒരു +1 തൊട്ട്. ഓക്കെ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാനും അസ്ലായിട്ടുള്ളൊരു ചിറ്റ് ചാറ്റ് വീഡിയോ ആണ്. ഹൂ നോസ് മീ ബെറ്റർ എന്നുള്ള രീതിയിൽ. കാരണം ഇപ്പോൾ ഇവിടെ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടാണ് ഹൂ നോസ് മീ ബെറ്റർ എന്നുള്ള വീഡിയോ ഒരു ചിറ്റ് ചാറ്റ് രീതിയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഗൈസ് നമുക്ക് പോകാം വീഡിയോയിലോട്ട്. ഗൈസ്, അപ്പോൾ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കും, അസ്ല ഇതിന് ഉത്തരം എന്നാണ് പറയുന്നത്. ഞാൻ ചോദിച്ച് എടി ഒരു വീഡിയോ ചെയ്യാം നമുക്ക്. അപ്പോൾ ഞാനായിട്ട് ക്വസ്റ്റ്യൻ റെഡിയാക്കിയതല്ല, ഇതെല്ലാം എൻ്റെ ChatGPT പറഞ്ഞു തന്നതാണ്. അതുകൊണ്ട് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, കുറച്ച് എന്താ കുഴപ്പിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അവൾക്ക് പറയാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. അല്ല അസ്ലതി പറയത്തില്ലേ? ചോദിച്ചു തുടങ്ങാൻ പോവാണ് ഗൈസ്. ഞാനിവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇതിലൊന്നിലും ഞാൻ ആൻസർ എഴുതിയിട്ടില്ല. ആൻസർ ഇല്ല. കാരണം ഞാനത് അവളോട് ചോദിക്കാൻ, ഉള്ളിൽ എന്നെ പറ്റിയിട്ട് എന്താണെന്നൊക്കെ ഉള്ളത് എനിക്ക് അവളോട് എനിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ ഞാനത് ചോദിക്കുകയാണ് ഗൈസ്. അപ്പം നമുക്ക് ചോദിക്കാം ഗൈസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, വാട്ട്സ് മൈ വിയേർഡസ്റ്റ് ഹാബിറ്റ്? എന്ന് വെച്ചാൽ വിചിത്രമായിട്ട് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളത്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ ഡിഫറൻസ് ഒന്നും ഇല്ല. പിന്നെ ഡിഫറെൻ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ അത്ര ഡിഫറെൻ്റ് ഒന്നുമില്ല, പണ്ടത്തെ പോലെ തന്നെയാണ്. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. വാട്ട്സ് വൺ തിങ് ഐ ഓൾവേസ് സേ? എപ്പോഴും പറയണ എപ്പോഴും എൻ്റെ അടുത്ത് പറയും, എടി ഇടക്ക് ഇങ്ങോട്ട് പാടി, എടി ഇങ്ങോട്ട് പാടി. അങ്ങനെ സഹിക്കിട്ട് ഞാൻ ഇന്ന് പറഞ്ഞു. ഓക്കെ. വാട്ട്സ് മൈ കംഫർട്ട് ഫുഡ്? എനിക്ക് തോന്നുന്നു അവളിടക്ക് സദ്യ ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞു. അതെ ഗൈസ്, എനിക്ക് സദ്യ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പച്ചക്കറിയോട് കൂടുതലും താല്പര്യമാണ്. ചിക്കൻ അങ്ങനത്തെ ഒന്നും എനിക്ക് അധികം ഇഷ്ടമില്ലാത്തൊരു ഇതാണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, വാട്ട്സ് വൺ തിങ് ഐ വുഡ് നെവർ ഫോർഗെറ്റ്? ഞാൻ ഒരിക്കലും മറക്കത്തില്ല. അതെന്താന്ന്? അവൾ ഉത്തരം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ചോദിക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഫോണൊന്ന് ഓഫായി പോയി. ഞങ്ങൾ +1 പഠിച്ചപ്പോൾ ഞങ്ങൾക്കൊരു അസംബ്ലി ഉണ്ടായിരുന്നു. രാവിലെ മോർണിംഗ് ഒരു അസംബ്ലി ഉണ്ടാവാറുണ്ടല്ലോ. അസംബ്ലി കഴിഞ്ഞ് ഞങ്ങൾ ക്ലാസ് ഒരു സ്റ്റെയറിൻ്റെ മേളിലേക്കാണ് ക്ലാസ്. അപ്പോൾ ഒരു എന്താ പറയുക, കമ്പിയുടെ വെൽഡ് ചെയ്തിട്ടുള്ളൊരു സ്റ്റെയർ ആയിരുന്നു. അതായത് ഭയങ്കര അത്യാവശ്യം പൊക്കത്തിൽ അങ്ങനെ. അപ്പോൾ നമ്മള് മർക്കസിലല്ലോ പഠിച്ചേ, നല്ല കുട്ടികള്. അപ്പോൾ മർക്കസിൽ പഠിക്കുമ്പോൾ പർദ്ദയാണ് ഇടുന്നത്. അപ്പോൾ ഓരോരുത്തരും അസംബ്ലിയിൽ ഇങ്ങനെ കയറിപ്പോയി ഇവളെന്റെ ബാക്കിലാണ് ഫ്രണ്ടിലാണ്. ഞാൻ ഒന്നിച്ചുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ഇവള് കയറിപ്പോയി കഴിഞ്ഞിട്ട് ഇവള് എന്തിട്ടാണോ എനിക്ക് സംശയമുണ്ട്. അല്ല ഗൈസ്, ഞാൻ പറഞ്ഞുതരാം. അത് എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇവള് അബായിട്ടുണ്ട് വന്നപ്പോൾ ഇവള് കുറച്ച് ഭയങ്കര ലൂസായി കിടക്കുന്ന ഫാഷനബിൾ ആയിട്ടുള്ളതാണ് ഇട്ടുകൊണ്ട് വന്നത്. അപ്പോൾ
ഞാൻ ഇവളോട് ഒരുപാട് തവണ ഞാൻ കേറാൻ നേരത്തെ പറഞ്ഞു എടി വീഴും അത് പിടിക്കിയത് വീഴും വീഴും എന്ന് പറഞ്ഞു. ഇവളാണെങ്കിൽ അത് കേട്ട പാവം പോലെ കാണിക്കാൻ അവള് പറഞ്ഞു ഒന്ന് പോയടി ഉള്ളേ, അതൊന്നും പ്രശ്നമൊന്നുമില്ല വീഴില്ല എന്ന് പറഞ്ഞു. ഞാനത് പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കിയപ്പോ ആളെ കാണുന്നില്ല. അവിടെ ചത്ത കിടക്കുക. അപ്പോൾ അവിടുന്ന് ചിരിച്ചോണ്ടിരിക്കുക. സത്യം ഗൈസ്, എനിക്ക് സത്യം പറഞ്ഞാലല്ലേ അങ്ങനെ ഒരു ഇതുണ്ട്. ആരെങ്കിലും വീണ അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റിയെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഞാൻ ചിരിക്കുന്നത് എൻ്റെ മൈൻഡിൽ ഞാൻ വേഗം ഓർക്കുന്ന ടോം ആൻഡ് ജെറിയാ. അപ്പോൾ അടിച്ചതല്ലേ വീണ് ഇങ്ങനെ ചപ്പാത്തി പോലെ ആയിട്ട് എഴുന്നേറ്റ് ഓട്. എനിക്ക് അസ്ലാനെ കണ്ടപ്പോ അന്ന് അങ്ങനെ തോന്നി ഗൈസ്. എൻ്റെ പൊന്നോ, അതൊരിക്കലും മറക്കത്തില്ല എനിക്ക്. അത് ഞങ്ങൾ ഇപ്പോഴും എപ്പോ കോൾ ചെയ്താലും ഇപ്പൊ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് പറഞ്ഞോളൂ ഈ കാര്യം ഞങ്ങൾ സംസാരിച്ചതേ ഉള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാം. 5th ക്വസ്റ്റ്യൻ. വാട്ട്സ് ദ മോസ്റ്റ് യൂസ്ലെസ് ടാലന്റ് ഐ ഹാവ്? എനിക്ക് യൂസ് ഇല്ലാത്തൊരു ടാലന്റ് ടാലന്റേ ഇല്ല. പിന്നെ എന്താ പറയാ, പറ. ടാലന്റ് ഇല്ലാത്തല്ലേ? ടാലന്റ് എന്ന് വെച്ചാൽ ഒട്ടും ഒരു യൂസും ഇല്ലാത്തൊരു ടാലന്റ്. അങ്ങനെ പ്രത്യേക ഇതൊന്നുമില്ല. ഓക്കെ, അപ്പം നമുക്ക് സ്കിപ്പ് ചെയ്യാം. നെക്സ്റ്റ്, വാട്ട്സ് ദ വിയർഡസ്റ്റ് ഡ്രീം യു ഹാഡ് അബൌട്ട് മീ? അതൊരു വിചിത്രമായ ഒരു സ്വപ്നം യു ഹാഡ് അബൌട്ട് മീ. മറ്റു സാധനത്തിൽ പോണ അത് ഞാൻ വെക്കാം കൈസ്. അത് ഇവള് പറയുന്നത് ഈ കുറച്ച് ദിവസമായിട്ട് ഈ കാര്യം ഞങ്ങൾ സംസാരിച്ചത് കൊണ്ട് ഞാൻ ഇതിൽ ആഡ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. ആ വീഡിയോ ഞാൻ ഇവിടെ വെക്കാം, നിങ്ങൾ കണ്ടിട്ട് അത് പറയും എങ്ങനെ ഉണ്ടെന്ന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുക. 7th ക്വസ്റ്റ്യൻ. ഇതിലൊന്നിലും ആൻസർ ഇല്ല ഗൈസ്. നോക്ക്, കണ്ടോ ഗൈസ്, ഇതിലൊന്നും ആൻസർ ഇല്ല. കാരണം ഞങ്ങളുടെ രണ്ടുപേരെയും ട്രാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. ഫേസ് ഇതിൽ വരുമ്പം ഇത് ബ്ലറായി പോകുന്നു. ഇഫ് വി ഗോട്ട് അറസ്റ്റഡ് ടുഗദർ വാട്ട് വുഡ് ഇറ്റ് ബി ഫോർ? നമ്മളെ രണ്ടുപേരെ അറസ്റ്റ് ചെയ്യുക ഒന്നിച്ച്, അതെന്ത് കാര്യത്തിനായിരിക്കും? ചിലപ്പോ ഞാൻ ഇവളെ കൊന്നിട്ട് ജയിലിൽ പോയി. അങ്ങനെ ഒന്നിച്ച് ജയിലിൽ പോകുന്നത്, അറസ്റ്റ് ചെയ്യുന്നത് ഒന്നിച്ച്. അതായത് ഇപ്പൊ ഇവളാരെങ്കിലും എന്തെങ്കിലും ഇവളായിട്ട് എന്തെങ്കിലും പ്രശ്നമോ അല്ലെങ്കിൽ ആരെങ്കിലും ആയിട്ട് ഇവളുടെ അടുത്തോ അല്ലെങ്കിൽ എൻ്റെ അടുത്തോ പ്രശ്നം ഉണ്ടാക്കിയാ ഇവളെന്നെ സഹായിക്കുമെന്ന് എനിക്കത് സഹായിച്ചാൽ ഞങ്ങൾ രണ്ടുപേരും ചിലപ്പോ അവരെന്തെങ്കിലും ചെയ്താൽ നിങ്ങൾ ചിലപ്പോ തലടിച്ച് പൊട്ടിക്കോ? പൊട്ടിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 8th ക്വസ്റ്റ്യൻ ആണ്. വെൻ ഡിഡ് യു റിയലൈസ് വി ഹാഡ് ബിക്കം ബെസ്റ്റീസ്? എന്നാ നീ മനസ്സിലാക്കിയത് നമ്മൾ ബെസ്റ്റീസ് ആണെന്ന്? ഞങ്ങള് +1 പഠിച്ചപ്പോ ഞങ്ങള് കാര്യം ഫ്രണ്ട്സ് ആയിരുന്നു. പക്ഷെ എന്താ ഞങ്ങൾ 5 പേരായിരുന്നു. 5 പേരെന്ന് പറഞ്ഞാൽ ഞാൻ, ഇവള്, ഹിസാന, അഫ്ര, ബത്തൂല്. ഞങ്ങളങ്ങനെ 5 പേരാന്നുള്ളൂ. പക്ഷെ ഞങ്ങളങ്ങനെ അത്രയും വലിയ ഫ്രണ്ട്സ് എന്ന് പറയാനായിട്ട് ഉണ്ടായിരുന്നില്ല ആ ടൈമിൽ. വരും, ഞങ്ങൾ സംസാരിക്കും, ഒരുമിച്ച് ഫുഡ് കഴിക്കും, അങ്ങനെയായിരുന്നു. പിന്നെ ഇവളായിട്ട് ഞങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഇവളായിട്ട് കുറച്ചും കൂടി ഇതായത് +2 ഞാൻ ഹോസ്റ്റലായിപ്പോയാണ്. എന്നെ ഹോസ്റ്റലിൽ ചേർത്തായിരുന്നു +2 വെച്ച്. അപ്പോൾ എന്നിട്ടും ഞങ്ങള് ചില സമയത്ത് കീരിയും പാമ്പായിരുന്നു. ചില സമയത്ത് അവള് വേറെ ആൾക്കാരുടെ കൂടെ ഗ്യാങ് അടിച്ച് നിൽക്കും. അപ്പൊ ഞാൻ ഒറ്റക്കാവും. അങ്ങനത്തെ ഒരു അത് നേരെ തിരിച്ചാ. നിനക്കായിരുന്നല്ലോ ഹ്യൂമാനിറ്റീസില്. ഇതാണ് സത്യം. ഇവക്ക് ഹ്യൂമാനിറ്റീസിലെ പിള്ളേർ മതിയായിരുന്നു. അത് ഇവക്ക് ആൾക്കാരെ കിട്ടിയപ്പോ ഞാൻ പിന്നെ എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ ഓരോ ആൾക്കാരെ തേടിപ്പോയി. അപ്പൊ എനിക്ക് അതുകൊണ്ട് ഇപ്പൊ ആരുണ്ട്? ഞാൻ ആരുടെയും കൂടെ നിക്കാറില്ല അങ്ങനെ. അതുകൊണ്ട് പിന്നെ ഞങ്ങളങ്ങനെ ആ ഒരു ഇതായിട്ട് പോയി. പിന്നെ അത്രയും വലിയ കോണ്ടാക്റ്റ് ഒന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവളുടെ കല്യാണം ഉറപ്പിച്ചപ്പോൾ ഇവളും കല്യാണം ഇതായിട്ട് അങ്ങനെ പോയി.
പിന്നെ ഞങ്ങൾ എപ്പോഴാ ഒരു ദിവസം അപ്രതീക്ഷിതമായി ഇവള് വിളിച്ച് സംസാരിച്ചുകൊണ്ടിരുന്ന് പിന്നെ ഇവൾക്ക് ഒരുപാട് മെൻ്റലി ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നപ്പോൾ ഇവൾ എന്നെ വിളിക്കുമായിരുന്നു, ഞാൻ അവളെയും വിളിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ സംസാരിച്ച് അതിന് മുമ്പ് എനിക്ക് എപ്പോഴും കോണ്ടാക്ട് കീപ്പ് ചെയ്യാറുണ്ടായിരുന്നത് ഹിസാനായായിരുന്നു. ഉള്ള കാര്യം ഞാൻ പറഞ്ഞാട്ടോ. ഹിസാനായായിരുന്നു. അവള് ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട്, അവളായിട്ട് കോണ്ടാക്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോഴും അവള് എനിക്ക് മെസ്സേജ് അയക്കുമോ അല്ലെങ്കിൽ എന്നെ വിളിക്കുമോ അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കുമോ അവളിങ്ങോട്ട് വിളിക്കുമോ, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. പിന്നെ ഇവളിങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ആളെങ്ങനെയാന്ന് മനസ്സിലായി. അതിന് മുമ്പൊക്കെ ഒരുപാട് കമന്റ് കണ്ടിട്ടുണ്ട്, ഇങ്ങനെ വേഴ്സ്റ്റ് ആയിട്ടുള്ള രീതിക്കുള്ള കമന്റ് ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അന്നും ഞാൻ ഇതുപോലെ ചിന്തിച്ചു, ഓ ഇവള് ഇങ്ങനെയായിരുന്നോ, അങ്ങനെ ചിന്തിച്ചു. പക്ഷെ ആളെങ്ങനെയല്ല, നമുക്കത് നമ്മുടെ ഇതിലേക്ക് വരുമ്പോഴാണ് അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മൾ കാണുന്ന പോലെയൊന്നും അല്ല, ആള് കാണുമ്പോൾ ഒരു പൊട്ടത്തിനെ പോലെ തോന്നും, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെയാണ്. അപ്പോൾ എന്നിട്ടാണ് ഞങ്ങൾ ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ അത്രയും ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, പക്ഷെ ഭയങ്കര ഒരു ഇത് വന്നത് അവളെന്നോട് സംസാരിച്ച് അവളുടെ കാര്യങ്ങളെല്ലാം എന്നോട് ഇങ്ങനെ ഷെയർ ചെയ്തപ്പോഴും ഞാൻ ഒരുപാട് കാര്യം അവൾക്കും പറഞ്ഞു കൊടുത്ത്, അങ്ങനെയാണ് അവളും ഞാനായിട്ടുള്ളൊരു ഇത്. ഓക്കെ ഗൈസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്. വാട്ട്സ് അവർ മോസ്റ്റ് ഐക്കോണിക് മെമ്മറി ടുഗദർ? മെമ്മറി ടുഗദർ, ഐക്കോണിക് മെമ്മറി എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ആയിട്ടുള്ള മൊമെന്റ്സ്. ബെസ്റ്റ് ആയിട്ടുള്ള മൊമെന്റ്സോ? ബെസ്റ്റ് ആയിട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൂടിയ ഓരോ മൊമെന്റ്സും ബെസ്റ്റായിരുന്നു. ഈ അടുത്ത് ഇവള് ഐ തിങ്ക് എൻ്റെ പെണ്ണാണല്ലേ തോന്നുന്നു, ഇവള് തലേന്ന് എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു, അവള് സ്റ്റേ അടിച്ചു. ഓക്കെ, അത്രേ ഉള്ളല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് യു ഹാഡ് ടു ഡിസ്ക്രൈബ് മീ ഇൻ 3 words, വാട്ട് വുഡ് ദേ ബി? വേർഡ്സ് ആണ്, സെന്റൻസ് അല്ല, വേർഡ്സ്. 3 words. വേണോ? നീ നേരത്തെ എന്നെ പറ്റി അത്രയൊക്കെ പറഞ്ഞു, അപ്പൊ പിന്നെ നിനക്ക് പറഞ്ഞാലെന്താ? ശരിയാണ്. 3 words, അതായത് 3 വാക്ക് എന്നെ പറ്റിയിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റിയ 3 വാക്ക്. ആള് ഭയങ്കര ജോളിയാണ്, ഭയങ്കര എന്താ പറയാ, പിന്നെ ആൾക്ക് എല്ലാവരോടും ഭയങ്കര സ്നേഹവും കാര്യങ്ങളും, അതൊക്കെ പറഞ്ഞ കേട്ട് കണ്ടാവല്ലോ. ഇച്ചിരി മുമ്പ് പറഞ്ഞതാണ് ഗൈസ്, എന്തൊക്കെയാണ് കള്ളത്തരം പറയുന്നതെന്ന് നോക്കിയോള്. പിന്നെ എന്താ അങ്ങനെ പറ. അത് ഞാൻ വേറെ അച്ഛനെ കുറിച്ച് പറഞ്ഞു, ഇത് വേറെ അച്ഛായ. പിന്നെ ഈ രണ്ടും പോരെ? 3 വേണോ? ഒരെണ്ണം കൂടെ. പിന്നെ ഭയങ്കര എന്താ പെട്ടെന്ന് സാഡ് ആവുന്ന കൂട്ടത്തിലാണ് അല്ലേ? ഓക്കേ ഗയ്സ്, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. വാട്ട്സ് ദ വൺ തിങ് വി ഡു ടുഗദർ ദാറ്റ് ഓൾവേസ് എൻഡ്സ് ഇൻ ചാവസ്? നമ്മൾ ഒന്നിച്ച് ചെയ്തൊരു കാര്യം, എപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ലാസ്റ്റ് കുഴപ്പമാകത്തേ ഉള്ളൂ. ഏതാടി? ഷോർട്ടാക്കി പറയാമല്ലോ കേട്ടോ, പെട്ടെന്ന് പറയണേ, വീഡിയോ ലെങ്ത്. അതായത് മർക്കസിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നേരെ ഞാൻ പിടിച്ചോളാം. മർക്കസിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ ഞങ്ങൾ ഹോസ്റ്റലേഴ്സ് ആയിരുന്നല്ലോ, +2 വെച്ചായിരുന്നു ഹോസ്റ്റലേഴ്സ് ആയിരുന്നു. അപ്പം ഞങ്ങളുടെ കയ്യിൽ ഫോണൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴത്തെ ടീനേജല്ല, ടീനേജിൽ നമുക്ക് പല തെറ്റുകളും പറ്റാം. അപ്പം നമ്മൾ ഈ ബുക്കിലൊക്കെ ഈ ഡേ സ്കോളേഴ്സ് ഉണ്ടല്ലോ, പോയി വരുന്ന ആൾക്കാർ, അവർക്ക് ഞങ്ങൾ ഒരു ബുക്കിൽ ഇങ്ങനെ നമുക്ക് അന്ന് ഇൻസ്റ്റഗ്രാമൊക്കെ ഉണ്ട്, പക്ഷേ നമ്മൾ
ഓപ്പൺ ചെയ്യുന്നൊക്കെ ചിലപ്പോൾ അവർ മുഖേന അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. നമുക്ക് സ്റ്റോറി ഒന്നും ഇടാൻ പറ്റത്തില്ല. അപ്പൊ ആ, അവരെ അവരുടെ അടുത്ത് ഇടിക്കും. അപ്പൊ അങ്ങനെയാണ് സ്റ്റോറി ഒക്കെ ഇടാൻ പറ്റുന്നത്. നമുക്ക് നീ ഫോട്ടോസോ കാര്യങ്ങളോ എന്തെങ്കിലും എന്തെങ്കിലും ചിലപ്പോൾ ആരെങ്കിലും മെസ്സേജ് അയച്ചോ ടീനേജ് ആലോ. അപ്പൊ പുറത്തെ കാര്യങ്ങളൊന്നും അറിയാൻ പറ്റില്ല. നമ്മുടെ ഹോസ്റ്റലേഴ്സ് അങ്ങനെയാണല്ലോ. പക്ഷെ ഈ ഡേ സ്കോളേഴ്സ് പയ്യെ ബാഗിൽ ഫോണൊക്കെ ആയിട്ട് വന്ന് അങ്ങനെ നമുക്ക് യൂസ് ചെയ്യുന്നതിന് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. കാരണം നമുക്കത് കൈ കിട്ടത്തില്ല. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഫോൺ കൊണ്ട് കൊടുക്കുകയൊക്കെ വേണമായിരുന്നു. അപ്പോൾ നമുക്ക് മെസ്സേജ് ആരെങ്കിലും അയച്ചിട്ടുണ്ടാവുമോ അതോ സ്റ്റോറി ഇടാനും നമ്മൾ ജീവിച്ചിരിപ്പുണ്ടെന്നെങ്കിലും ആൾക്കാർ അത് അപ്പത്തെ ഒരു ഏജിന്റെ പ്രശ്നമാണ് കേട്ടോ. അതൊരു ഏജിന്റെ പ്രശ്നമാണ്. കാരണം ടീനേജ് ആണല്ലോ. നമുക്ക് അപ്പത്തെ ഒരു വെളിവില്ലായ്മ ഉണ്ടാവുമല്ലോ. ഇപ്പം നമ്മൾ ആലോചിക്കുന്നത് അയ്യോ നമ്മൾ എന്തിനത് ചെയ്ത് ആലോചിച്ച് ബ്ലഷ് ഇടാം. എല്ലാവർക്കും ഞാൻ മെസ്സേജും കാര്യങ്ങളൊക്കെ അപ്പം ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ഇപ്പോൾ ഞങ്ങൾക്ക് ഫോൺ കിട്ടിയില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ബുക്കിൽ എഴുതും. ഞങ്ങൾ ബുക്കിൽ ഇന്നാക്ക് ഇങ്ങനെയൊക്കെയാന്നൊക്കെ പറഞ്ഞ് മെസ്സേജും അല്ല ഇങ്ങനെ ഇതാക്കാണ്ട് അവരുടെ അടുത്ത് ടൈപ്പ് ചെയ്ത് അയച്ചോളാൻ പറയും. അങ്ങനെയായിരുന്നു എന്താ കാലം. അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ കൊണ്ട് മെസ്സേജ് അയക്കും ഒരു ദിവസം. എന്നിട്ട് ഞങ്ങൾക്ക് ബുക്ക് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി മിസ് സ്റ്റാഫ് റൂമിലേക്ക് വരാൻ പറഞ്ഞു. ഓരോരുത്തരുടെ ബുക്ക് ഓരോരുത്തരായിട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെയായിരുന്നു. എന്നിട്ട് ഈ കൊടുത്ത ആളുടെ ബുക്കിൽ എല്ലാ മെസ്സേജുകളും ഇങ്ങനെ നിരനിരനിരൂന്ന് മെസ്സേജുകളെല്ലാം നിരന്നിടക്കണ്ടായിരുന്നു. അപ്പം ഞാനാ ചെല്ലണേ സ്റ്റാഫ് റൂമിലേക്ക്. മിസ്സിൻ്റെ അടുത്ത് ഓരോരുത്തരായിട്ട് ഓരോരുത്തരുടെ ബുക്കിലായിരുന്നു. സ്റ്റാഫ് റൂമിൽ ചെന്നപ്പോൾ ബുക്ക് മറിച്ച് നോക്കാം. മറിച്ച് നോക്കിയിട്ട് മിസ് മെസ്സേജ് കാണാം കേട്ടോ. അപ്പം തന്നെ പൊക്കിയിട്ട് സ്റ്റാഫ് റൂമിലേക്ക് വന്നു പറഞ്ഞ് സ്റ്റാഫ് റൂമിലേക്ക് വിളിച്ചു. അൻസപ്പം ക്ലാസ്സിലായിരുന്നു. ഞാൻ മിസ്സിൻ്റെ അടുത്ത് നിൽക്കുവാണ്. എനിക്കൊരു ഇതില്ല. കാരണം ആരുടെ അടുത്താ പോയി പറയാ. കാരണം എൻ്റെ അടുത്ത് ആരും ഇല്ല. എന്നിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം എടുക്കാൻ ആരെയും പോകണ്ടെന്ന് നോക്കുക. കാരണം അൻസാനാരെങ്കിലും അറിയിക്കാൻ വേണ്ടി. പക്ഷെ ആരും കാണണ്ടായിരുന്നില്ല. എന്നിട്ട് കുറേ പേര് ഫോൺ ഒളിപ്പിച്ച് വെക്കുന്നവര് വരെ നമ്മുടെ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ വീട്ടിൽ വിളിക്കാൻ തന്നെ കിട്ടുന്ന ഒരു 5 മിനിറ്റ് അങ്ങനെയൊക്കെയായിരുന്നു കിട്ടാറ്. എന്നിട്ട് പിന്നെ മിസ് വിളിച്ചിട്ട് മിസ് എല്ലാവരും പൊക്കി. കാരണം ടീച്ചേഴ്സിന് ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറഞ്ഞ സംഭവം എല്ലാ ടീച്ചേഴ്സിനും മനസ്സിലാവും. എൻ്റെ ഹാൻഡ് റൈറ്റിങ് ഇവളുടെ ഹാൻഡ് റൈറ്റിങ് അതൊക്കെ എങ്ങനെയൊക്കെ എഴുതിയാലും മനസ്സിലാവും. പേര് എഴുതിയില്ലെങ്കിലും മനസ്സിലാവും. അപ്പം ഇവളുടെ ഹാൻഡ് റൈറ്റിങ് പൊക്കി. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഉണ്ടായിരുന്നോ? എനിക്കൊന്നും ആരും ഉണ്ടായിരുന്നു ഇല്ല. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ബുക്കിൽ ബാക്കി 2-3 പേരൊക്കെ ഉണ്ടായിരുന്നു. ഇവരൊക്കെ ഹാൻഡ് റൈറ്റിംഗ് ബുക്കി. അത് ഞങ്ങൾ മേളിൽ പ്രെയർ റൂം ഉണ്ടായിരുന്നു. അവിടെ കൊണ്ടുപോയിട്ട് ക്ലാസ് ടീച്ചറും അല്ലാത്ത മിസ്സുമാരും എല്ലാം ഉണ്ടായിരുന്നു. എല്ലാവരും ഇവളുടെ അടുത്ത് എന്തൊക്കെയോ ചോദിച്ച് എൻ്റെ അടുത്തും കുറേ ചോദിച്ചു. ഞങ്ങൾ പിന്നെ ആ വഴിക്ക് അങ്ങനെ വിട്ട്. ഇപ്പം ഞങ്ങൾ നല്ല കുട്ടികളാട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വുഡ് യു റാദർ ഷെയർ യുവർ വേർസ്റ്റ് സീക്രട്ട്? സീക്രട്ട് എന്ന് പറയാനായിട്ട് ഒന്നുമില്ല. 13th question. If I turned into a zombie, 14th അല്ലേ? If I turned into a zombie, would you save me or kill me? ഞാൻ സോംബി ആയി കഴിഞ്ഞാൽ നീ എന്നെ അതിൽ വല്ല ചേഞ്ച് ഉണ്ടോ? ഞാൻ നമ്മൾ കില്ല് ചെയ്യണല്ലേ ഏറ്റവും നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും നല്ലത്. കെട്ടിയോന് വരും. 14th question. What's the most random fight we have had? Random fight we have had. ഫൈറ്റോ? നമ്മൾ തമ്മിൽ കൂടുതലുണ്ടായിട്ടുള്ള ഫൈറ്റ്. മോസ്റ്റ് ഫൈറ്റ്. ഒരു അച്ഛനെ അവർക്കുണ്ട്. അതായത് മർക്കസ് പഠിച്ചുകൊണ്ട് നിന്നപ്പോൾ ഇവള് ഞാൻ ആരുമായിട്ട് അവൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു. ഒരു പേഴ്സണായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ടത്.
ഞാൻ ആ പേഴ്സൻ്റെ അടുത്ത് കൂടുതൽ ഇടപെട്ടു എന്ന് പറഞ്ഞ് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞു അതാരെന്ന് ഞാൻ ഓർക്കല്ല, പക്ഷെ ഞാൻ ഓർക്കുന്നുണ്ട് നീ എന്നിട്ട് നല്ല, എന്നിട്ട് നീ എന്നിട്ട് മിണ്ടൊന്നുമില്ലായിരുന്നു. ഞാൻ എന്നിട്ട് നല്ല രീതിയിൽ അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിലേ, കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം തന്നെ എൻ്റെ ഇത്രയും വർഷത്തെ ലൈഫിൽ എൻ്റെ അവസ്ഥ മനസ്സിലാക്കാതെ കുറേ പേര് എന്നെ വെച്ച് കളിച്ചിട്ടുണ്ട്. അല്ലേ അസ്ല? എന്നെ വെച്ച് നല്ലപോലെ കളിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ പോലും അത് ഞാനും വിശ്വസിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഇവള് അത് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവരും തോന്നലാണത്. അവളങ്ങനെയാണ്, അത് ഞാൻ വരെ അതുപോലെയായിരുന്നു. പക്ഷെ ഞാൻ ഇവളെ ഓരോ കാര്യങ്ങളും എക്സാക്റ്റ് ഓരോ കാര്യങ്ങളും എന്നെ കാണിച്ചും എന്നെ ഓരോന്ന് ഇതാക്കിയപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. ഇത് ഇവള് പറഞ്ഞതാണ് നേരത്തെ കാര്യങ്ങളും ഇപ്പോഴത്തെ കാര്യങ്ങളെങ്കിലും ഇവള് കാരണം വിശ്വസിക്കില്ലാന്ന് എല്ലാവർക്കും അവൾക്കറിയാം, വിശ്വസിക്കില്ലാന്ന് എല്ലാവർക്കും അറിയാം, അവൾക്കറിയാം, ആരും വിശ്വസിക്കില്ലാന്നറിയാം. പക്ഷെ എനിക്ക് തെളിവും കാര്യങ്ങളെല്ലാം കാണിച്ചു തന്നപ്പോൾ അതെനിക്ക് എങ്ങനെയാണെന്ന് ശരിക്കും മനസ്സിലായത് അപ്പോഴാണ്. അതാണ് ഗൈസ്, നമ്മൾ ആരെയും ഒരുപാട് ട്രസ്റ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ അവരൊക്കെ നമ്മൾ ലാസ്റ്റ് ചതിക്കും. ഫ്രണ്ട്സ് എന്ന് പറയുന്ന കൂട്ടത്തില് ഭയങ്കര വിഷമായിട്ടുള്ള ഫ്രണ്ട്സ് ഒരുപാട് പേരുണ്ട്. ഫ്രണ്ട്സ് ചതിക്കില്ലെന്നല്ല, ഫ്രണ്ട്സ് ചതിക്കും. അത്രയും അങ്ങനെ ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ അത്രയും ഒരു വർഷമായല്ലേ ഇപ്പോൾ ഞങ്ങൾ ക്ലോസ് ആയിട്ട് ഒരു വർഷമായി. കാരണം എനിക്ക് ഒരു വർഷം മുമ്പ് ഞാൻ നല്ല ഡൗൺ ആയിരുന്ന സമയത്ത് ഞാൻ ആകെ വിളിച്ച അസ്ലാനെ മാത്രം, വേറെ ആരെയും ഞാൻ വിളിച്ച് സംസാരിച്ചില്ല. ആ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, ആ സമയത്ത് ഞാൻ ഇവള് പറയാനൊന്നും വിശ്വസിക്കില്ലായിരുന്നു. കാരണം മിക്ക ആൾക്കാരും അവള് പറഞ്ഞ് വിശ്വസിക്കുന്ന ആ ഒരു രീതിയിലായിരുന്നു. പിന്നെ ഞാൻ ചുമ്മാ ഒരു ദിവസം ഇവളിങ്ങനെ വിളിച്ചു നോക്കിയതാ. അപ്പോൾ ഇവള് ഭയങ്കരമായിട്ട് ആകെ ഡിപ്രഷൻ അടിച്ച് ആ ഒരു രീതിക്കായിരുന്നു. ഇവള് ഭയങ്കരമായിട്ട് കരഞ്ഞ്. അപ്പോഴും ഞാൻ വിശ്വസിച്ചില്ല. കാരണം എല്ലാവർക്കും കരയാൻ മാത്രം ആ ഒരു ഇതാണ് വിചാരിച്ചത്. പിന്നെ ഇവള് ഓരോ തെളിവും എനിക്കിങ്ങനെ കിട്ടിയപ്പോൾ എനിക്കത് പ്രൂവായി, ഇവളിങ്ങനെയാണെന്നുള്ള ഇത് മനസ്സിലായത് അപ്പോഴാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ അസ്ല? പോണം. നെക്സ്റ്റ് ഞാനൊരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കാം. 15th ക്വസ്റ്റ്യൻ അല്ലേ? 15th ക്വസ്റ്റ്യൻ കൊണ്ട് തീർക്കാം. കാരണം കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ട്, പക്ഷേ അത് ചിലപ്പോൾ കുറച്ച് ലോങ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം വീഡിയോയുടെ ലെങ്ത് കൂടി ഞങ്ങൾക്ക് സമയവും ഇല്ല. അതുകൊണ്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ടെൽ വൺ ഓഫ് മൈ ഡ്രീം that I want to get in my future. അതായത് എനിക്കൊരു ഡ്രീം ഉണ്ട്. ഇപ്പോൾ എനിക്ക് നല്ലൊരു രീതിക്ക് ഒരു എന്താ ക്ലോത്തിങ്ങിൻ്റെ ബുട്ടിക്കല്ലേ ബുട്ടിക്കൊക്കെ തുടങ്ങി അതൊന്ന് വിജയിച്ച് അപ്പോഴേക്കും ദുബായിൽ ഞാൻ കാര്യം പറയട്ടെ ഗൈസ്, പക്ഷെ ഇതല്ലായിരുന്നു ഞാൻ ഉദ്ദേശിച്ച. ഇതല്ല ഞാൻ ഉദ്ദേശിച്ച. എനിക്ക് എൻ്റെ ലിസ്റ്റിലുള്ള ഡ്രീമിൽ ഒന്നാണ് ക്ലോത്തിങ്ങിൻ്റെ സെറ്റ് ആക്കണമെന്നുള്ളത്. കാരണം ഒത്തിരി പേര് എന്നെ വിളിക്കുമ്പോൾ എപ്പോഴും പറയാറുണ്ട് എനിക്ക് ക്ലോത്തിങ്ങിൻ്റെ ഇത് സെറ്റ് ആക്കണം. എന്നിട്ട് എനിക്ക് എവിടെയെങ്കിലും UAE അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി സെറ്റിൽഡ് ആവണമെന്ന് അവൾ എപ്പോഴും എൻ്റെ അടുത്ത് പറയാറുണ്ടായിരുന്നു. അതാട്ടോ ഞാൻ പറഞ്ഞത്. എനിക്ക് എൻ്റെ മനസ്സിൽ ഇനി ഫ്യൂച്ചറിൽ നടക്കണം എന്ന് ആഗ്രഹിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ ബൊട്ടീക്കിൻ്റെത്. പിന്നെ ഉള്ളത് എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ വിട്ടു തന്നിരിക്കുകയാണ്. നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ ഗൈസ്, വീണ്ടും കാണാം. ബൈ ബൈ.